ഇന്ത്യയിലെ പല കാടുകളിലും പണ്ട് കാലത്ത് ഒരു പ്രത്യേക മൃഗത്തെ കൊന്നു കഴിഞ്ഞാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ആൾക്കാർക്ക് അങ്ങോട്ട് കാശ് കൊടുക്കുമായിരുന്നു. ആ മൃഗമാണ് കാട്ടുപട്ടി അഥവാ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്. കാട്ടിലുള്ള മാനുകളെയൊക്കെ കൊന്നെടുക്കുന്ന ഒരു ഭീകരജീവിയായിട്ടാണ് അതിനെ കണക്ക് കൂട്ടിയിരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അന്ന് അതിന് കാശ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ കാട്ടിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കാട്ടുപട്ടിയെക്കുറിച്ചാണ്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. ഇന്ത്യയിലെ പല കാടുകളിലും പോയിട്ട് പലതരത്തിലുള്ള മൃഗങ്ങളെ കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കാട്ടിലെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ വരുന്നത് കാട്ടുപട്ടികളെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാട്ടുപട്ടി എന്ന് പറയും, ചിലപ്പോൾ ചെന്നായി എന്ന് പറയാറുണ്ട്, ചുവപ്പ് നിറത്തിലുള്ളതുകൊണ്ട്. ചില സമയത്ത് കാട്ടുനായ്ക്കൾ എന്ന് പറയാറുണ്ട്, പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇംഗ്ലീഷിൽ അതിന് ധോൾ എന്നാണ് പറയുന്നത്, ധോൾ അല്ലെങ്കിൽ ഏഷ്യാറ്റിക് വൈൽഡ് ഡോഗ്. ഇതിനെ കണ്ടാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും, കാരണം അതിന് ചുവപ്പ് നിറമാണ്, കറുത്ത വാലുകളുള്ള ഒരു പട്ടി. നമ്മുടെ നാട്ടിലെ പട്ടിയുടെ ഏകദേശം അതേ സൈസും ചിലപ്പോൾ കുറച്ചുകൂടെ വലുപ്പം വെക്കുന്ന ഒരു പട്ടിയാണത്. സാധാരണ കാടുകളിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, കാട്ടുപട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്നത് ചിലപ്പോൾ 5-10 ഉള്ള ഗ്രൂപ്പുകളൊക്കെ ആയിട്ടായിരിക്കും. ചില സമയത്തൊക്കെ 10-20 ഉള്ള വലിയ ഗ്രൂപ്പുകളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇന്ത്യയിലെ പല കാടുകളിലും ഞാൻ സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് പല സ്ഥലത്തും വെച്ചിട്ട് കാട്ടുപട്ടികളെ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ പല കാടുകളിലും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞിടയ്ക്ക് ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ പോയപ്പോൾ അവിടെ വെച്ച് കാണാൻ പറ്റിയിട്ടുണ്ട്. പെരിയാർ ടൈഗർ റിസർവിലേക്ക് വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും രസകരമായ ഒരു അനുഭവം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ കൻഹ ടൈഗർ റിസർവിൽ വെച്ച് ഒരു 9 കാട്ടുപട്ടികൾ അവർ ഹണ്ട് ചെയ്യുന്ന ഒരു അപൂർവമായ ഒരു കാഴ്ച കാണാൻ പറ്റി. അത് ഭയങ്കര രസമായിരുന്നു. ഏകദേശം ഒരു 10-16 വർഷം മുമ്പ് ഞാൻ മധ്യപ്രദേശിൽ കൻഹ ടൈഗർ റിസർവിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഞാനപ്പോൾ അവിടെ ഒരു നാച്ചുറലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. നാച്ചുറലിസ്റ്റ് വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അവിടെ ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു. ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് പല സംസ്ഥാനത്തു നിന്നുള്ള ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഞങ്ങൾക്ക് അവിടെ ജോലി കിട്ടിയപ്പോഴത്തേക്കിന് ആഫ്രിക്ക എന്നുള്ള കുറേ റേഞ്ചേഴ്സും ഇന്ത്യയിലുള്ള ഒരു ചീഫ് ട്രെയിനറും താജ് സഫാരീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയായിരുന്നു. അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങളെ ട്രെയിനിങ് നടക്കും. ആദ്യത്തെ ഒരു മാസം ട്രെയിനിങ് കം സെലക്ഷൻ. അപ്പോൾ സെക്കൻഡ് മന്ത് മുതൽ 2ാമത്തെ മാസം മുതൽ ഞങ്ങൾ ഞങ്ങളുടെ നാച്ചുറലിസ്റ്റ് ട്രെയിനിങ് തുടങ്ങി. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി, ഓപ്പൺ സഫാരി വണ്ടിയുണ്ട്, അത് കാട്ടിൽ ഓടിച്ചു പോയിട്ട് ആനിമൽസിനെ കണ്ടുപിടിക്കുക, അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക പുറകിലിരിക്കുന്ന ഗസ്റ്റിനൊക്കെ. എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നാച്ചുറലിസ്റ്റായിട്ട് ഗൈഡായിട്ട് വണ്ടി ഓടിക്കുമ്പോഴത്തേനും എൻ്റെ പുറകിലത്തെ സീറ്റിലൊക്കെ 6 പേരൊക്കെ ഇരിക്കും. അവരിരുന്നിട്ട് അവരൊരു ഗസ്റ്റായിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് അവർ നമ്മളോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ആനിമൽസിനെ കുറിച്ചൊക്കെ പറയുക, ഇതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ട്രെയിനിങ് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അന്നൊരു ദിവസം ഞാനായിരുന്നു അന്ന് വണ്ടി ഓടിച്ചത്. അപ്പോൾ കൻഹയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കൻഹയിൽ വളരെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർക്കാണത്. കുറേയേറെ മെഡോസ് ഉണ്ട്. മെഡോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാസ് ലാൻഡ്സ് ആണ്. പണ്ട് കാലത്തുണ്ടായിരുന്ന ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഗ്രാമപ്രദേശത്ത് നിന്ന് ആൾക്കാരെ മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ആ സ്ഥലം മൃഗങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു നല്ല സ്ഥലമായിട്ട്. ഇപ്പം കുറേയേറെ മുക്കി സോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറേയേറെ ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്. സോണ്ടർ മെഡോ, ബിഷൻപുര മെഡോ എന്ന് പറയുന്ന കുറേ നല്ല രസകരമായിട്ടുള്ള ഗ്രാസ് ലാൻഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ ആ ബിഷൻപുര മെഡോ കഴിഞ്ഞിട്ട് തിരിച്ച് ഒരു നല്ല രസകരമായിട്ടൊരു വാട്ടർഹോൾ ഉണ്ട്, ചെറിയൊരു ബാബാട്ടിങ്ക എന്ന് പറഞ്ഞൊരു വാട്ടർഹോൾ. അവിടെ സാധാരണയായിട്ട് ടൈഗറിൻ്റെയൊക്കെ സൈറ്റിങ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അപ്പോൾ ടൈഗറിനെ ഒന്നും കണ്ടില്ല. തിരിച്ച് ഞങ്ങൾ വണ്ടി ഓടിച്ച് ബിഷൻപുര മെഡോയോട് അങ്ങോട്ട് വന്നു. അപ്പം ബിഷൻപുര മെഡോയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതൊരു സമ്മർ ടൈമാണ്. എനിക്ക് തോന്നുന്നു ഏപ്രിൽ മാസമോ മെയ് മാസമോ ഏതാണ്ടായിരുന്നു. അപ്പം ആ മെഡോ ഗ്രാസ് ലാൻഡിൽ എങ്ങനെയോ തീ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയോ അവർ ഫയർ ലൈനൊക്കെ വലിക്കുന്ന സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തീയിടും, കുറേ ഫയർ ലൈനൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ തീയിട്ടപ്പോൾ ആ ഗ്രാസ് ലാൻഡ് മൊത്തം തീ കത്തിപ്പോയിട്ട് പിന്നീട് അവിടെ മഴ പെയ്തു. 1-2 ആഴ്ച കഴിഞ്ഞ് മഴ പെയ്തപ്പോഴത്തേക്കിന് കുറേയേറെ ആ ഗ്രാസ് ലാൻഡ് നിറച്ചും പച്ച പുല്ലുകൾ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ പച്ച പുല്ലുകൾ നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് കുറേയേറെ പുള്ളിമാനും പിന്നെ മ്ലാവ്, പിന്നെ അവിടെ മാത്രം കൻഹ മാത്രമുള്ള ഒരു സ്വാം ഡിയർ എന്ന് പറഞ്ഞൊരു മൃഗമുണ്ട്. സ്വാം ഡിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്ലാവിൻ്റെ ഏകദേശം അതിനോട് തന്നെ അടുത്ത സൈസ് വരുന്നതും നല്ല കൊമ്പിനൊക്കെ ഈ 12 മുനകൾ പോലുള്ള 12 ട്വൈൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 12 മുനകളുള്ള വലിയ കൊമ്പുകളൊക്കെ ഉള്ള ഒരു മൃഗമാണ്. കുറേയേറെ സ്വാം ഡിയേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ കാട്ടുപോത്തുകൾ നിൽപ്പുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു ആഫ്രിക്കയിലെ കാട് എങ്ങനെ ഇരിക്കുന്നു, ആഫ്രിക്കയിലെ സവാന ഗ്രാസ് ലാൻഡ് എങ്ങനെ നിൽക്കുന്നു, അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു ഞങ്ങൾ കണ്ടത്. അപ്പം ബിഷൻപുരയുടെ സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചിങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഞാനൊരു കാഴ്ച കണ്ടു. ദൂരെ റോഡിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് വൈൽഡ് ഡോഗ് ഇങ്ങനെ പതിയെ ഓടി റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു വരുന്നതാണ്. അപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഗൈസ് ലുക്ക് അറ്റ് ദാറ്റ്, ദർ ഇസ് എ ഗ്രൂപ്പ് ഓഫ് വൈൽഡ് ഡോഗ്സ്. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഞങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി, ഞാൻ ഓടിച്ച വണ്ടി അവിടെ സൈഡിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ടു. അപ്പം ഞങ്ങൾക്ക് ദൂരെ നിന്ന് കാണാം വൈൽഡ് ഡോഗ് ഇങ്ങനെ ഞങ്ങളുടെ നേരെ ഓടി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ പാർക്ക് ചെയ്ത സമയത്ത് ലെഫ്റ്റ് സൈഡിൽ
ആ ഗ്രാസ് ലാൻഡ് മൊത്തം കാണാം. അപ്പോൾ ഞങ്ങളൊരു വാൻറ്റേജ് പോയിന്റ് പോലത്തെ സ്ഥലത്തായിരുന്നു നിർത്തിയിരുന്നത്. അവിടെ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് മുഴുവൻ മൃഗങ്ങളെ കാണാൻ പറ്റും, മുഴുവൻ സ്പോട്ടഡ് ഡിയർ. അപ്പോൾ ഈ മൃഗങ്ങൾക്കൊന്നും അറിയത്തില്ല അവിടുന്ന് വൈൽഡ് ഡോഗ് വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഈ വൈൽഡ് ഡോഗ് വന്നിട്ട് ഈ ഗ്രാസ് ലാൻഡിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ കൊമോഷൻ എന്ന് പറഞ്ഞാൽ ആ പരിഭ്രാന്തി ഭയങ്കരമായിരിക്കും. ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തു. അപ്പോൾ രസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വണ്ടിക്കകത്ത് 7 പേരുണ്ടായിരുന്നു, നാച്ചുറലിസ്റ്റ് എന്നെ കൂടെ കൂട്ടി 7 പേരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാരും ക്യാമറയൊന്നും എടുത്തില്ല. അന്നേരം എല്ലാവരും ബൈനോക്കുലറൊക്കെ എടുത്ത് വെച്ച്, കാരണം വലിയൊരു ഗ്രാസ് ലാൻഡ് ആണല്ലോ. ഞങ്ങളിങ്ങനെ വൈൽഡ് ഡോഗ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് വൈൽഡ് ഡോഗ്സ് റോഡിൽ കൂടെ ഓടി വന്നിട്ട് ഇവർ നേരെ ഗ്രാസ് ലാൻഡിൻ്റെ അകത്തോട്ട് കയറി. അപ്പോഴത്തേക്കിനാണ് തൊട്ടടുത്ത് കണ്ട 1-2 മാനുകൾ കണ്ടിട്ട് മാനുകൾ ഓടാൻ തുടങ്ങി. സാധാരണ ഒരു കടുവയോ പുലിയോ ഒക്കെ കാണുമ്പോഴത്തേക്കിന് മാനുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അലാം കോൾ വെക്കും, ലൗഡായിട്ടുള്ള അലാം കോൾ വെക്കും. പക്ഷേ കാട്ടുപട്ടികളെ കാണുമ്പോഴത്തേക്കിന് ഇവർ അലാം കോളൊന്നും വെക്കത്തില്ല, ഇവർ ഓടി രക്ഷപ്പെടാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ 1-2 മാനുകൾ ഓടാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ സൈഡിലുള്ള മാനുകൾ ഓടാൻ തുടങ്ങി, അപ്പുറമുള്ള അതിൻ്റെ പുറകിലുള്ള. അപ്പം ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കിന് ഒരു 300-400 പുള്ളിമാൻ ഒരുമിച്ച് ഓടുന്നതാണ് കണ്ടത്. അപ്പോൾ പുള്ളിമാൻ ഒരുമിച്ച് ഓടുന്നത് കണ്ടപ്പോഴത്തേക്കിന് അവിടെ ഉണ്ടാകും മ്ലാവുകൾ ഓടാൻ തുടങ്ങി. മ്ലാവുകൾ ഓടുന്നത് കണ്ടപ്പോഴത്തേക്കിന് സ്വാം ഡിയേഴ്സ് ഓടാൻ തുടങ്ങി. എന്താണെന്ന് അറിയത്തില്ല അവർക്ക്, കാരണം കുറേ മാനുകൾ അവരുടെ നേരെ ഓടി വരുന്നുണ്ട്, ഏതോ പ്രിഡേറ്റർ പുറകിലുണ്ട് എന്നവർക്ക് മനസ്സിലായി. അപ്പോൾ മാനുകൾ എല്ലാം ഓടാൻ തുടങ്ങി. അത് കണ്ടപ്പോഴത്തേന് കുറേയേറെ കാട്ടുപോത്തുകളുണ്ടായിരുന്നു, ആ കാട്ടുപോത്തുകൾ ഓടാൻ തുടങ്ങി. അപ്പോൾ അപ്പം ഈ ഗ്രാസ് ലാൻഡ് മുഴുവൻ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിലുള്ള സൗണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ബൈനോക്കുലറോടെ നോക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ വൈൽഡ് ഡോഗ് ഒക്കെ ഓടി വന്നിട്ട് ഒരു കുഞ്ഞ് സ്പോട്ടഡ് ഡിയറിൻ്റെ ഒരു കുഞ്ഞിനെ അവർ വളഞ്ഞിട്ട് ഓടി ചെന്നിട്ട് ഒരു ചെറിയൊരു ഒരു സ്ട്രീം ഉണ്ടായിരുന്നു, ആ സ്ട്രീമിൻ്റെ അടുത്ത് ചെന്നിട്ട് ഇവർ കുഞ്ഞിനെ പിടിച്ചു. അപ്പം പിന്നെ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ ഗ്രാസ് ലാൻഡ് മുഴുവൻ പിന്നെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, അവിടെ മൃഗങ്ങളൊന്നും നിൽക്കാതെ ഇങ്ങനെ ഓടുമായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ ബൈനോക്കുലറോട് നോക്കുന്ന സമയത്ത് ഈ 9 ഡോഗുകളും വന്നിട്ട് ചെറിയ ആ ഡിയറിൻ്റെ പുറത്തോട്ട് പോയിട്ട് അതിനെ പിച്ചി കീറുന്ന ഒരു നല്ലൊരു കാഴ്ച കാണാൻ പറ്റി. അപ്പോൾ പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഈ കാട്ടുപട്ടികളാണ് കാട്ടിലിപ്പം വലിയ, നമുക്കറിയാം കുറേ ടൈഗർ റിസർവ്സുകളുണ്ട്, നാഷണൽ പാർക്സ് ഒക്കെ ഉണ്ട്. അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ ഡിസ്പേഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ടൈഗർ റിസർവിൻ്റെ നടുക്കൊരു വലിയ ഗ്രാസ് ലാൻഡ് ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കുറേ 100-500 മൃഗങ്ങളൊക്കെ ഉണ്ട്. ആ മൃഗങ്ങളൊക്കെ അവിടമായിട്ട് മാത്രമായിരിക്കും സാധാരണ കാണുന്നത്. പക്ഷേ കാട്ടുപട്ടികൾ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇവർ കാടിൻ്റെ പല സ്ഥലത്തോട്ടുമായിട്ട് ചിതറിപ്പോകാറുണ്ട്. അതിനൊക്കെ മെയിനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ കാട്ടുപട്ടികളാണ്. അപ്പം നമ്മൾ സാധാരണ കാട്ടിൽ പോകുമ്പോഴത്തേക്കിന് എങ്ങനെയാണ് ഈ കാട്ടുപട്ടികളെ അവിടെ ഉണ്ടോ ഇല്ലെന്ന് പ്രസൻസ് അറിയുന്നത്? മെയിനായിട്ട് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ കൻഹ ടൈഗർ റിസർവിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് കുറേ ഗ്രാസ് ലാൻഡ് കാണാറുണ്ട്. ബിഷൻപുര, സോണ്ടർ, അവിടെയൊക്കെ 100 കണക്കിനോ അല്ല 1000 കണക്കിനോ സ്പോട്ടഡ് ഡിയറൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കും. സാധാരണ നമ്മൾ രാവിലെ സഫാരി ചെയ്ത് വരുമ്പോഴത്തേക്കിന് ആ ഗ്രാസ് ലാൻഡ് ഒന്നും ഒരൊറ്റ ഡിയറും ഇല്ലെങ്കിൽ ഓർത്തോണം അവിടെ രാവിലെ കാട്ടുപട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എപ്പോഴേ ഒന്ന് സ്കാൻ ചെയ്യുമ്പോഴേ നമുക്ക് ഗ്രാസ് ലാൻഡ് ഒന്നും ഒരൊറ്റ മൃഗമില്ല. അപ്പോൾ അതിൻ്റെ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏതോ കാട്ടുപട്ടികൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, പിന്നെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കാട്ടുപട്ടികളുടെ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാട്ടിൽ പോകുന്ന സമയത്ത് ഈ കാട്ടുപട്ടികളൊക്കെ ഒരുമിച്ചാണ്, ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ 8-10 അല്ല 10-15 ഉള്ള ഗ്രൂപ്പുകളായിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു സ്വഭാവമുണ്ട്, ഇവർ അപ്പിയിടുന്ന എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. അപ്പം 10-15 എണ്ണം ഒരുമിച്ച് ഒരു റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ അപ്പിയിട്ട് വെക്കും. ഇത് കണ്ടാൽ എളുപ്പത്തിൽ തിരിച്ചറിയാനും പറ്റും. സാധാരണ ഇതിൻ്റെ ഒരു കളറ് വെളുത്ത നിറത്തിലിരിക്കും, നല്ല ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാലും കുറേയേറെ കാട്ടുപട്ടികൾ ഒരുമിച്ച് അപ്പിയിട്ട് വെച്ചിരിക്കും. പിന്നെ വേറെ രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ കടുവയുടെയോ അല്ലെങ്കിൽ പുലിയുടെയൊക്കെ ഈ ഡ്രോപ്പിംഗ് കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ടൊക്കെ സ്മെല്ല് ചെയ്താൽ പോലും നമുക്ക് വലിയ സ്മെല്ലൊന്നും വരത്തില്ല. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചാൽ മണത്ത് നോക്കിയിട്ടുള്ള ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള സ്മെല്ല്, പൂപ്പ് എന്ന് പറയുന്നത് അത് കാട്ടുപട്ടിയുടെ അതിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര വൃത്തികെട്ട ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കണം, കാട്ടിൻ്റെ അകത്തോടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് ഇത് നമ്മൾ എക്സാമിൻ ചെയ്തു, ഇതെന്തായിരിക്കും ഇത് കഴിച്ചേക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ വണ്ടി അടുത്ത് നിർത്തിയിട്ട് ഇതിൻ്റെ ഡ്രോപ്പിംഗ് നോക്കിയിരിക്കുന്ന സമയത്ത് പതിയെ നമ്മൾ മൂക്ക് പൊത്തി തുടങ്ങും. കാരണം അങ്ങനത്തെ വളരെ സ്മെല്ലാണിത്. പിന്നെ ഒരു കാര്യം, ഇവർ ഹണ്ട് ചെയ്യുന്നത് ഭയങ്കര രസമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണയായിട്ട് ഇവരെ കാണുമ്പോഴത്തേക്കിന് ഒരു ഗ്രൂപ്പായിട്ടാണ്, 8-10 ഗ്രൂപ്പുകളായിട്ടാണ്. അപ്പോൾ ഇവർ ഹണ്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഇവരൊരു വിസിലിംഗ് സൗണ്ട് പുറപ്പെടുവിച്ചോട്ടാണ് ഹണ്ട് ചെയ്യുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇവരെ വിസിലിംഗ് ഹണ്ടേഴ്സ് എന്ന് നമ്മൾ പറയാറുള്ളത്. ചില സമയത്ത് ഓടുന്ന സമയത്ത് ഒരു 10-30 മീറ്റർ ദൂരെയൊക്കെ ആയിരിക്കും വേറെയുള്ള പട്ടികളൊക്കെ ഓടുന്ന, കാട്ടുപട്ടികളൊക്കെ. അപ്പോൾ ആ പട്ടികളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇവർ വിസിലിംഗ് സൗണ്ട് വെച്ചിട്ടാണ്, ഇങ്ങനെ വിസിലടിച്ചുകൊണ്ടായിരിക്കും. വേറെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൻപുറത്തുള്ള പട്ടികളൊക്കെ അറിയാമല്ലോ, അവരൊക്കെ കുരയ്ക്കാറുണ്ട്. ഈ കാട്ടുപട്ടികളൊന്നും സാധാരണ കുരയ്ക്കുന്നതൊന്നും കാണാറില്ല. നമ്മൾ സാധാരണ ഇവരൊരു കുരയ്ക്കുന്ന പോലത്തെ സൗണ്ട് കേട്ടിട്ടുള്ളത് ഇവർ കടുവയോ പുലിയോ ഒക്കെ ആയിട്ടുള്ള അടുത്ത് ചെന്നുമ്പോഴത്തേക്ക് ഇൻട്രാക്ഷനൊക്കെ സമയത്ത് ഈ കുരയ്ക്കുന്ന പോലത്തെ സൗണ്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സത്പുരയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പുലിയുടെ തൊട്ടടുത്ത്, പുലി എന്നിട്ട് ഒരു കാട്ടുപട്ടിയുടെ ഒരു കില്ലെടുത്തുകൊണ്ട് പോകുന്ന സമയത്ത്
ഈ ഒരു കാട്ടുപട്ടി നല്ല കുരയ്ക്കുന്നത് ബാർക്ക് ചെയ്യുന്ന സൗണ്ടൊക്കെ എടുത്തിട്ട് ഈ പുലിയുടെ തൊട്ടടുത്ത് ചെന്നിട്ട് ആ പുലിയെ കടിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെയാണ് ഇതിനെ ഇങ്ങനെയുള്ള സൗണ്ടുകളൊക്കെ പുറപ്പെടുവിക്കുന്നത്. പിന്നെ വേറെ കാര്യം, ഇവർ ഹണ്ട് ചെയ്യുന്ന സമയത്ത് ഇവർ വേറെ ചില പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ ഇവരെന്താ ചെയ്യുന്ന, മ്ലാവുകളെയൊക്കെ ഓടിച്ചിട്ട് ഇവർ വെള്ളത്തിൽ കൊണ്ട് ചാടിക്കും. വെള്ളത്തിൽ കൊണ്ട് ചാടിച്ചിട്ട് ഇവർ നീന്തിപ്പോയിട്ട് വെള്ളത്തിൽ വെച്ച് ഇതുങ്ങളെ കടിച്ചു കൊല്ലാറുണ്ട്. കടിച്ചു കൊന്നിട്ട് മൃഗങ്ങളെ തിരിച്ച് കരയിലേക്ക് വലിച്ചു കയറ്റി തിന്നാറുണ്ട്. കാട്ടുപട്ടികൾ സാധാരണ മീറ്റിംഗ് ടൈം നമ്മൾ കണ്ടിട്ടുള്ളത് ഡിസംബർ ജാനുവരി മാസങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ കണ്ടു തുടങ്ങിയത് അതിനുശേഷം ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെയും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇവരുടെ മീറ്റിംഗ് ടൈം ആകുന്ന സമയത്ത് സാധാരണ ഒരു കാട്ടുപട്ടിയുടെ കൂട്ടത്തിൽ ഒരു ആൽഫ മെയിലും ഒരു ആൽഫ ഫീമെയിലും ഉണ്ട്. അവരാണ് ഈ ഗ്രൂപ്പിനെ നിയന്ത്രിക്കുന്നത്. ചില സമയത്ത് ഞാൻ പറഞ്ഞ 10-20 എണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ ലീഡറായിട്ടുള്ള ഒരു ആൽഫ മെയിലും ആൽഫ ഫീമെയിലും അവരാണ് സാധാരണ മേറ്റ് ചെയ്തിട്ട് അവർ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. അപ്പം സാധാരണ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് സത്പുര കാടുകളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വാക്കിംഗ് സഫാരി ഉണ്ട്. അപ്പം വാക്കിംഗ് സഫാരി പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് പീലിയ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ചെല്ലുന്ന സമയത്ത് തുടർച്ചയായിട്ട് 3-4 വർഷം അവർ ഈ നല്ല പാറക്കൂട്ടങ്ങളുടെ ഇടയ്ക്കുള്ള ചെറിയ ഗുഹയ്ക്കകത്തൊക്കെ ഇവർ ഡെന്നി എന്ന് കണ്ടിട്ടുണ്ട്. ഡെന്നി എന്ന് പറഞ്ഞാൽ അവിടെ പോയിട്ടാണ് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നത്. അപ്പം സ്ഥിരമായിട്ടൊരു 3 കാട്ടുപട്ടികളെ അവിടെ കാണാറുണ്ട്, ആൽഫ മെയിലും ആൽഫ ഫീമെയിലും. പിന്നെ മൂന്നാമത്തെ ഒരു കാട്ടുപട്ടി എന്ന് പറഞ്ഞാൽ ഒരു സബ് അഡൽട്ട് ആയിരിക്കും. സബ് അഡൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗാർഡ് ഡോഗാണ്. അവൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് അടുത്ത് വരുന്നുണ്ടോ, വേറെ ഏതെങ്കിലും ജീവികൾ അടുത്ത് വരുന്നുണ്ടോ, അതിനെ ഓടിക്കുക എന്നൊക്കെ ഉള്ള മെയിനായിട്ടുള്ളൊരു ജോലിയാണ്. ഞങ്ങളിപ്പോഴും ഓർക്കുന്നത്, ചില സമയത്തൊക്കെ ഞങ്ങൾ വാക്കിംഗ് സഫാരി പോകുന്ന സമയത്ത് ഈ ഗാർഡ് ഡോഗ് ഞങ്ങളുടെ പുറകെ വരും. ഞങ്ങൾ തിരിച്ച് ബോട്ടിൽ കയറി തിരിച്ച് പോകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വരെ ഈ ഡോഗ് ഞങ്ങളുടെ പുറകെ വരാറുണ്ട്, ഈ കാട്ടുപട്ടി ഞങ്ങളുടെ പുറകെ വരാറുണ്ട്. പിന്നെ ചില സമയത്തൊക്കെ ഞങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചിട്ടുള്ളത്, സാധാരണ ഇവർക്ക് 8-10 കുഞ്ഞുങ്ങളൊക്കെയാണ് ഉണ്ടാകാറുള്ളത്. ചില സമയത്തൊക്കെ 12-14 ഉള്ള കുട്ടികളെ ഒരുമിച്ച് കാണാറുണ്ട്, ഇത്രയും വലിയ കൂട്ടങ്ങളിലെ കുട്ടികളൊക്കെ. അപ്പം നമുക്കതിൻ്റെ ആൻസർ അറിയത്തില്ല, എന്തുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ. അപ്പോൾ ഞങ്ങൾ കുറേയേറെ സയൻറ്റിസ്റ്റുകളെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് സാധാരണ ഒരു ആൽഫ മെയിലും ആൽഫ ഫീമെയിലുമാണ് മേറ്റ് ചെയ്തിട്ട് അവർ കുട്ടികളുണ്ടാകുന്നത്. ചില സമയത്തൊക്കെ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു ഫീമെയിലുടെ എക്സ്ട്രാ അവർ ബ്രീഡ് ചെയ്തിട്ട് ആ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചില സമയത്തൊക്കെ 10-15 ഉള്ള കുട്ടികളുടെ കൂട്ടങ്ങളെയൊക്കെ നമ്മൾ വൈൽഡ് ഡോഗ്സിനെ കാണാറുള്ളത്. കാട്ടുപട്ടികളുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമാണ്. നമുക്കറിയാം ഇന്ത്യയിലെ പല കാടുകളിലുണ്ട്. കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ കാടുകളിലും കാട്ടുപട്ടികളെ കാണാറുണ്ട്. വയനാട്ടിലുണ്ട്, ആറളത്തുണ്ട്, പെരിയാർ ടൈഗർ റിസർവിലുണ്ട്, ഇടുക്കിയിലുണ്ട്, എല്ലായിടത്തും കാണാറുണ്ട്. കുറേ ബെസ്റ്റ് സ്ഥലം കാണാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബന്ദിപ്പൂർ നാഗർഹോളെ പോയി കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. കർണാടകത്തിലുള്ള മസനഗുഡി അവിടെ പോയി കഴിഞ്ഞാൽ കുറേ കാണാൻ പറ്റും. സെൻട്രൽ ഇന്ത്യയിലെ കാടുകളിൽ കുറേ സ്ഥലത്ത് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, 2-3 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട്, മധ്യപ്രദേശ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 30-32 ഡോഗുകളുടെ കാട്ടുപട്ടികളുടെ ഒരു കൂട്ടം ഇങ്ങനെ പെഞ്ച് ടൈഗർ റിസർവിലൂടെ പോകുന്നത്. അത് പെഞ്ച് ടൈഗർ റിസർവിലും കാട്ടുപട്ടികളെ കാണാൻ നല്ലൊരു സ്ഥലമാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങ് ഹിമാലയത്തിൽ 4000 മീറ്റർ മുതൽ ഇങ്ങനെ താഴെ സീ ലെവൽ വരെ കാണാറുണ്ട്. സദേൺ സൈബീരിയയിൽ കാണാറുണ്ട്, അവിടെ വരെ ഡിസ്ട്രിബ്യൂഷൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ഏഷ്യ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറേയേറെ സ്ഥലത്ത് ഈ കാട്ടുപട്ടികളെയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷേ വേറെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് ഇപ്പോൾ കാട്ടുപട്ടികളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു 10-12 വർഷം മുമ്പ് സത്പുര ടൈഗർ റിസർവ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ കാട്ടുപട്ടികളെ കണ്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ മാസം ഞങ്ങൾ അവിടെ പോയിരുന്നു, സത്പുര ടൈഗർ റിസർവിൽ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും ഞങ്ങൾ ചോദിച്ചു, ഇപ്പോൾ കാട്ടുപട്ടികളുടെ എണ്ണം എങ്ങനെയുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, കാടിൻ്റെ അകത്ത് ടൂറിസം സോൺ ഇപ്പോൾ ഒരൊറ്റ വൈൽഡ് ഡോഗേ ഉള്ളൂ, ഒരെണ്ണം മാത്രം ഓടി നടക്കുന്ന കാണാറില്ല, ഗ്രൂപ്പായിട്ടൊന്നും കാണാറില്ല. കാട്ടുപട്ടികളുടെ എണ്ണം കണ്ടമാനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത്, കാട്ടുപട്ടികൾ കുറേയേറെ ഡിസീസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം ഇവർ കുറേയേറെ ദൂരം കവർ ചെയ്യുന്നതാണ്. ചില സമയത്തൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഗ്രാമത്തിനടുത്തുള്ള പട്ടികളൊക്കെ ആയിട്ട് ഇവർ ഇൻട്രാക്ഷൻ നടത്താറുണ്ട്. ആ സമയത്ത് നമ്മുടെ നാട്ടുപട്ടികളിൽ നിന്നൊക്കെ ഈ കനൈൻ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞൊരു രോഗം, പിന്നെ മെയിഞ്ച് എന്ന് പറഞ്ഞൊരു രോഗം, ഈ രോഗമൊക്കെ വന്നിട്ട് ഈ കാട്ടുപട്ടികളുടെ നമ്പർ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ കുറേ സമയത്തൊക്കെ കുറേ ഫോട്ടോസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. കാട്ടുപട്ടികളിലൊക്കെ മുഖത്തൊക്കെ ഇങ്ങനെ കുറേയേറെ രോഗം പിടിച്ച രീതിയിലുള്ള കുറേ കാട്ടുപട്ടികളൊക്കെ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത്രയുമാണ് ഇന്നത്തെ കാട്ടുപട്ടികളെ കുറിച്ചുള്ള വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലുള്ള കാട്ടിലെ മറ്റു പല മൃഗങ്ങളുടെ കഥകളും ആവേശകരമായിട്ടുള്ള രസകരമായിട്ടുള്ള അനുഭവങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. കീപ് വാച്ചിങ്. താങ്ക് യു സോ മച്ച്.